ഫയറായിരുന്നു, ആറാടിയിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ആറാട്ടാണ്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു. ആറാട്ടനെ കാണിച്ചത് ആറാട്ടൻ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. ദൈവമേ, ഇതെവിടെ എത്തിയ? ഞാൻ അഭിനയിച്ച 1-2 വർഷം മുമ്പ് അഭിനയിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. ഞാൻ ഇടയ്ക്ക് ഞാൻ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാ, അവസാനം വന്നു. വേണ്ടായിരുന്നു, പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ. വളരെ ഹാപ്പിയായി തോന്നുന്നു. പടം നന്നായിട്ട് പോകുന്നുണ്ടോ? ബാഡ് ബോയ്സിനെ അഭിനയിച്ചിട്ടുണ്ട്, പടം അത്ര ഓടിയില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിനക്കതൊക്കെ എങ്ങനെ അതിന് മുമ്പ് ബാഡ് ബോയ്സിൽ അഭിനയിച്ചാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? സിദ്ധാർത്ഥ് ഗൗതമേനോട് ഒപ്പം അഭിനയിച്ചത്, ആ സീനാണ് അഭിനയിച്ചത്. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല. നല്ല ടീമേ. തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഓൾ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കണ്ടു എനിക്ക് തന്നെ ചിരി പോകുന്നു എന്റെ വേസ്റ്റ് കണ്ടപ്പോ. സ്വാഭാവികം. എത്ര ലക്ഷം രൂപ പ്രതിഫലം മേടിച്ചു? സത്യം പറയട്ടെ, ഒരു ഗോൾ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ ആരും ഒന്നും തന്നില്ല. ഒന്നും ഇല്ലാത്തടത്തൊന്നും വന്നതൊന്നുമല്ല. 4 നേരം അന്തസ്സായിട്ട് ആഹാരം കഴിക്കുന്ന കുടുംബത്തിൽ നിന്ന്. അല്ല, ഞാൻ ഫുൾ ഷൂട്ട് ചെയ്ത് ഫുൾ അഭിനയിച്ചില്ല. ഞാൻ ഒരു സീൻ അഭിനയിച്ചിട്ട് ഞാൻ പോയതാണ്. അതിനൊക്കെ അവർ നന്ദിയുണ്ട്. അവർ എന്നിട്ട് എന്റെ സീൻ ആഡ് ചെയ്തു. ഒരു കയ്യബദ്ധം. ഞാൻ മമ്മൂക്കിയുടെ കോമ്പിനേഷൻ ഒന്നുമില്ല. ഞാൻ ഗൗതം വാസുദേവനോടും സിദ്ധാർത്ഥ സീനാണ്. എന്തായാലും ഞാൻ കാണിച്ചത് വേണ്ടത്ര പിൻവാങ്ങിയത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.